വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഇന്ന് വേറൊരു ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. ട്രാക്ഷൻ കൺട്രോളെ പറ്റിയിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ട്രാക്ഷൻ കൺട്രോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടക്കട്ടെ. നമ്മുടെ ഇപ്പോൾ വരുന്ന ഒരുവിധം ഒരു 150 cc ആ ഒരു റേഞ്ചിൻ്റെ മുകളിലേക്ക് വരുന്ന വണ്ടികളിലധികവും ഈ ട്രാക്ഷൻ കൺട്രോളിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് ഈ ട്രാക്ഷൻ കൺട്രോൾ? അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മൾ പെട്ടെന്ന് നമ്മൾ ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ വീല് സ്പിന്നായി പോകുന്ന കണ്ടില്ലേ, നമ്മൾ ഈ ബേൺ ഔട്ടൊക്കെ ചെയ്യുന്നുണ്ടില്ലേ, നമ്മൾ ചില വീഡിയോസിലൊക്കെ ഇങ്ങനെ വണ്ടി ഇങ്ങനെ തെന്നി ഇങ്ങനെ എടുക്കുക, അതുപോലെ നിർത്തിയിട്ട് ഓടുന്ന ബേൺ ഔട്ട് ചെയ്യുക, പുക വരുത്തുന്ന പരിപാടി. അപ്പോൾ അങ്ങനത്തെ സീൻ കണ്ടില്ലേ. അപ്പോൾ അതൊക്കെ നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രാക്ഷൻ കൺട്രോൾ. നമ്മൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് ഇപ്പോൾ ഇതൊക്കെ നിർത്തുന്നത്, ഇതൊക്കെ ഒരു സ്റ്റൈലല്ലേ, മീൻസ് ഒരാളുടെ മുന്നിൽ കുറച്ചൊന്ന് എന്താ പറയുക നമ്മുടെ ഒരു സ്കില്ല് കാണിക്കാൻ പറ്റിയ ഒരു ചാൻസ് അല്ലേ നമ്മളെന്തിനാ അങ്ങനെ ഒരു ഓപ്ഷൻ കൊണ്ടുവന്നിട്ട് നമ്മളത് നിർത്തിക്കുന്നതായിരിക്കും. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മഴയുള്ള റോഡിൽ കൂടെ പോകുകയാണെന്നായിരിക്കും, നിങ്ങളുടെ കൈമേൽ ഇപ്പോൾ ഒരു 300+ cc ബൈക്കാന്ന് വിചാരിക്കുക, കുറച്ചുകൂടി ബെറ്ററായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ കുറച്ചൊരു പവർ കൂടിയ വണ്ടിയൊക്കെ ഓടിച്ചാൽ മനസ്സിലാവും. നിങ്ങൾ പെട്ടെന്ന് ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ വണ്ടി ചാടുന്ന കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കുറച്ചൊരു വഴിക്കലുള്ള സ്ലിപ്പറി ആയിട്ടുള്ള പ്ലേസ് ആണെങ്കിൽ നിങ്ങൾക്ക് ചാടൂല വണ്ടി, അതിന് പകരം ബാക്കിൽ ടയർ സ്പിന്നാവുക ചെയ്യാം. നിങ്ങളും സ്റ്റൈലാക്കിയിട്ടൊക്കെ എടുത്തിട്ടുണ്ടാവും, ഇതേമാതിരി ടയറൊക്കെ സ്പിൻ ചെയ്തിട്ട് ഓടിച്ച് പോയി മാസമൊക്കെ കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സ്പിന്നിങ് നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം. അതിപ്പോൾ എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഈ ഒരു കോർണറൊക്കെ എടുക്കുമ്പോൾ ബാക്കിലത്തെ ടയർ അങ്ങോട്ട് തെന്നി പോകുന്നൊരു ഇഷ്യൂ. അല്ലെങ്കിൽ നമ്മൾ തന്നെ വണ്ടി ഓടിക്കുമ്പോൾ പലപ്പോഴും തോന്നിയിട്ടുണ്ടാവും, കുറച്ചൊരു ചളിയൊക്കെ ടയറിൻ്റെ മുകളിലുണ്ടെങ്കിൽ നമ്മൾ ഈ റോട്ടുമ്മലേക്ക് ഈ ഒരു ചളി കൂടെ പോയിട്ട് റോട്ടുമ്മലേക്ക് കയറുമ്പോൾ നമ്മളിങ്ങനെ ഒരു വളവെടുക്കുകയാണെങ്കിൽ ബാക്കിലത്തെ ടയർ സ്പിൻ ചെയ്തിട്ട് നമ്മൾ വീഴാറില്ലേ, സ്ലിപ്പായിട്ട് ചെരിഞ്ഞു പോകാറുണ്ട്, ടോട്ടലി കൺട്രോൾ പോകും, അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ ഈ ട്രാക്ഷൻ കൺട്രോൾ ഇല്ലാത്തതിനോണ്ടുള്ള പ്രശ്നങ്ങളാണ്. എന്നുവെച്ചാൽ നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ റോട്ടുമ്മൽ പ്രോപ്പറായിട്ട് ഓടണം, മീൻസ് ഈ പറഞ്ഞ മാതിരി ആക്സിഡൻസ് തെന്നി പോകാണ്ടൊക്കെ ഓടണം എന്നുണ്ടെങ്കിൽ ഫ്രണ്ടത്തെ ടയർ തിരിയുന്ന സെയിം സ്പീഡിലായിരിക്കണം ബാക്കിൽ ടയർ തിരിയേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഫ്രണ്ടത്തെ ടയർ ഒരു 10 km സ്പീഡിലും ബാക്കിൽ ടയർ ഒരു 40 km സ്പീഡിലും ആണെന്നുണ്ടെങ്കിൽ റോഡിൽ നിന്ന് സ്ലിപ്പാവും. അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ആ ഒരു സ്ലിപ്പിംഗ് പർപ്പസ് സംഭവം നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രാക്ഷൻ കൺട്രോൾ വരുന്നത്. അപ്പോൾ ഇതെന്ന് സംഭവിക്കുക വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ ഈ ഒരു ABS വരുന്ന ആ ഒരു സംഭവം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ABS വരുന്ന വണ്ടിയൊക്കെ പലരും മനസ്സിലാക്കുന്നത് ഫ്രണ്ടിൽ ആ ഒരു ഡിസ്കിൻ്റെ താഴത്തായിട്ട് ചെറിയൊരു റിങ്, ആ റിങ്ങിൻ്റെ മുകളിൽ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഗ്യാപ്പ് വിട്ടിട്ട് ഇങ്ങനെ ലൈൻസ് മാതിരി ഉണ്ടാവും. അത് കാണുമ്പോഴാണ് ഈ വണ്ടിക്ക് ABS ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം എന്തായാലും ഈ പറഞ്ഞ ട്രാക്ഷൻ കൺട്രോളുള്ള വണ്ടിക്ക് ഉണ്ടാവും. എന്ന് വെച്ചിട്ട് ഈ കാണുന്ന കമ്പികളിലൊക്കെ ട്രാക്ഷൻ കൺട്രോളുള്ള വണ്ടിയല്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ പർപ്പസ് എന്താണെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ABS ഉള്ള വണ്ടികളായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഈ ലൈൻസ് ഇല്ലേ, ആ ലൈൻസാണ് ഈ ഒരു സംഭവം ഓൺ ആക്കുന്നു ഓഫ് ആക്കുന്നു. എങ്ങനെയെന്ന് പറഞ്ഞുതരാം. നമ്മുടെ വണ്ടിയിൽ ടിൽറ്റ്, നമ്മളെ വണ്ടി ചെരിയുമ്പോൾ അത് സെൻസ് ചെയ്യുന്നൊരു സെൻസറുണ്ട്. പിന്നെ ഈ ഒരു വീലിൻ്റെ സ്പീഡ് സെൻസ് ചെയ്യുന്നൊരു സെൻസറുണ്ട്. പിന്നെ ABS സെൻസർ മൂന്നാമത്തെ. പിന്നെ നമ്മുടെ ECUവിനെ പറഞ്ഞ മാതിരി കട്ട് ഓഫ് ചെയ്യുന്ന പവറുടെ എഞ്ചിനിലേക്ക് വരുന്ന പവർ കട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം കൂടി നമ്മുടെ വണ്ടിയിലുള്ളിലുണ്ട്. ഇത്ര ഐറ്റംസ് ആണ് നമ്മുടെ വണ്ടിയിലല്ല, ട്രാക്ഷൻ കൺട്രോളുള്ള വണ്ടിയിൽ കേട്ടോ. അപ്പോൾ ഇത്ര സിസ്റ്റംസ് ആണ് ട്രാക്ഷൻ കൺട്രോളുള്ള ഒരു ബൈക്കിനുള്ളിൽ ഉണ്ടാവുക. അപ്പോൾ എന്താ കറക്റ്റായിട്ട് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ 2 വീലും സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഓഫ് റോഡ് പോയിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക, നമ്മുടെ വണ്ടിക്ക് ട്രാക്ഷൻ കൺട്രോൾ ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മുടെ കയ്യിൽ ഒരു 300 cc ബൈക്കാണെന്ന് വിചാരിക്കുക, കടക്കട്ടന് നിഞ്ച 300, സ്വപ്നം കാണാനിപ്പോൾ ഇതൊന്നും വേണ്ടല്ലോ. അപ്പോൾ നിഞ്ച 300 നിങ്ങളൊരു കുറച്ച് ചളി വിളിയായിട്ടുള്ള റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. ഫ്രണ്ടത്തെ ടയറിൻ്റെ മുകളിൽ മറ്റേ ആക്സിലറേഷൻ ഒന്നും ഇല്ലാത്തതിനുണ്ട് ഫ്രണ്ടത്തെ ടയർ നമ്മുടെ വണ്ടി മൂവ് ചെയ്യുന്നതിനനുസരിച്ച് മൂവ് ചെയ്യും. ബാക്കത്തെ ടയർ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്നതിനനുസരിച്ച് സ്പിൻ ചെയ്യും. എന്ന് വെച്ചാൽ നമ്മൾ നിൽക്കുന്നത് ചളിയിലാണ്, ചളി ആയിക്കഴിഞ്ഞാൽ ഈ ഒരു വീല് കറങ്ങും. ഓക്കെ, അപ്പോൾ നിങ്ങളെ ചെറുപ്പത്തിൽ സൈക്കിൾ ഓടിച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ബാക്കത്തെ വീല് കറങ്ങും. അപ്പോൾ ഈ ഒരു സെൻസർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ABS സെൻസർ ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ ഉള്ളിൽ നിന്ന് സെൻസ് ചെയ്തിട്ട് ഫ്രണ്ടത്തെ വീലിൻ്റെ ആ ഒരു റൊട്ടേഷൻ സെൻസ് ചെയ്യും. മീൻസ് ഫ്രണ്ടത്തെ വീല് ഒരു കറക്കം കറങ്ങുമ്പോൾ ബാക്കത്തെ വീല് 2 കറക്കം കറങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് അവിടെ എന്ത് ചെയ്യും, നേരെ ഈ ഒരു ECUവിലേക്ക് ഒരു മെസ്സേജ് കൊടുക്കും. എന്നിട്ട് പറയും എഞ്ചിനിലേക്കുള്ള പവർ കട്ട് ചെയ്യണം, വണ്ടി ബാക്കത്തെ വീല് ഒരു തവണ അധികം കറങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മളവിടെ കട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് വണ്ടി മേലെ ഒരു മിസ്സിങ് ഉള്ള മാതിരി ഫീൽ ചെയ്യും. ആ ഒരു മിസ്സിങ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എഞ്ചിൻ ഈ പറഞ്ഞ സംഭവം കട്ട് ചെയ്യുന്നതിനോടാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ ഓണായിരിക്കും, കീ ഓണായിരിക്കും, ഇഗ്നിഷൻ ഓണായിരിക്കും, എല്ലാം ഓണായിരിക്കും. അപ്പോൾ എത്രയോ മില്ലി സെക്കൻഡ്സ് കൊണ്ടാണ് ഈ ഒരു കട്ടിങ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ്റെ പവർ റെഡ്യൂസ് ആവുമല്ലോ.
അപ്പോൾ നമ്മുടെ ഫ്രണ്ടത്തെ വീലും ബാക്കത്തെ വീലും ഏകദേശം ഒരേ സ്പീഡിലേക്ക് വരും. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഫ്രിക്ഷൻ കിട്ടും. മീൻസ് അവിടെ ആ റോഡിൽ നമുക്ക് സ്റ്റേബിളായി നിൽക്കാൻ പറ്റും. മറ്റേത് സ്പിന്നായി പോയി കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞ് തെന്നി വീണൊക്കെ പോകും. പക്ഷേ ഈ ഒരു ട്രാക്ഷൻ കൺട്രോൾ ഓൺ ആക്കിയിട്ട് നമുക്ക് ചളി കൂടെ പോകാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് ഈ ഒരു വീല് സ്പിൻ ചെയ്യുന്നതിനെ പറ്റിയിട്ട്. അപ്പോൾ ഇത് ഓണാക്കിയിട്ട് നമുക്ക് ചളി കൂടെ പോകാൻ പറ്റില്ല, നമ്മൾ പറഞ്ഞിട്ട് വീഴും. ഓഫ് റോഡും കയറാൻ പറ്റില്ല. അപ്പോൾ കുറേ വീഡിയോസ് ഉണ്ട്. നമ്മുടെ യമഹയുടെ ഒരു ഓഫ് റോഡ് വണ്ടി ഉണ്ടല്ലോ, ടെറാനിയോ അങ്ങനത്തെ ഒരു ബൈക്ക് ഉണ്ടല്ലോ, ഒരു 700cc അങ്ങനെ വരുന്നത്. ആ ഒരു വണ്ടിയുടെ മുകളിലൊക്കെ ട്രാക്ഷൻ കൺട്രോൾ ഓണാക്കിയിട്ട് ഓഫ് റോഡ് കയറുമ്പോൾ ഈ പറഞ്ഞ മാതിരി തെന്നിപ്പോവുക. മീൻസ് വണ്ടി ഓഫായിട്ട് നമ്മൾ ഈ ട്രാക്ഷൻ കൺട്രോൾ ഓണായി കഴിഞ്ഞാൽ ഫ്രണ്ടത്തെ വീല് സാധാരണമാതിരി കയറിപ്പോവും, ബാക്കത്തെ വീലാണല്ലോ തെന്നുക. അങ്ങനെ തെന്നുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എഞ്ചിൻ കട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ കുത്തനുള്ള ഒരു കാര്യത്തിന് മുകളിലായിരിക്കും. അപ്പോൾ അത് കയറാൻ പറ്റാണ്ട് ബാക്കോട്ട് വന്ന് വീഴുന്ന വീഡിയോസൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ഇതാണ് അപ്പോൾ ട്രാക്ഷൻ കൺട്രോൾ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെറ്റിങ്സ്. അപ്പോൾ നമ്മുടെ വണ്ടി എത്രത്തോളം ചെരിഞ്ഞിട്ടുണ്ട്, അപ്പോൾ ആ ചെരിവിൽ എത്രത്തോളം നമുക്ക് ട്രാക്ഷൻ വേണമെന്നൊക്കെ സെൻസ് ചെയ്യാൻ പറ്റും ഈ ഒരു ട്രാക്ഷൻ കൺട്രോൾ ഉള്ള ബൈക്സിന്. പക്ഷേ അതിൽ അങ്ങനത്തെ ഒരു സെൻസർ വരുന്നുണ്ട്. നമ്മുടെ വണ്ടി ഇത്ര ലീനായിട്ട് ഇരിക്കുകയാണ്, അപ്പോൾ അതിന് ഇത്ര ട്രാക്ഷൻ മാത്രം കൊടുത്താൽ മതി, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളെന്താ വെച്ചാൽ നിങ്ങളിപ്പോൾ മറ്റേ ലോഞ്ച് ചെയ്യുന്ന കണ്ടിട്ടില്ലേ, നമ്മൾ ക്ലച്ച് ഇങ്ങനെ പിടിച്ച് ഫുൾ റവ് ചെയ്തിട്ട് ക്ലച്ച് വിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക, അങ്ങനെ ഒച്ചുണ്ടാക്കിയിട്ട് ഇങ്ങനെ സുറന്ന് പറഞ്ഞ് പോകുന്നുണ്ടല്ലേ, ആ ഒരു സംഭവമൊക്കെ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഒരു വീലി ഫ്രണ്ടിലത്തെ ടയർ പൊന്തി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുപോലെ ബാക്ക് ടയർ സ്ലിപ്പായിട്ട് പെരങ്ങിയടിച്ച് വീഴാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ഈ ഒരു ട്രാക്ഷൻ കൺട്രോൾ ബെറ്ററാണ്. അതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ഈ ഒരു ട്രൈ ചെയ്യരുതാരും. നിങ്ങൾ ബൈക്കിൻ്റെ മുകളിൽ ക്ലച്ച് പിടിച്ചിട്ട് ആക്സിലേറ്റർ അത്യാവശ്യം ഒരു 6000 RPM വിചാരിച്ചോളൂ, പിടിച്ചിട്ട് ക്ലച്ച് ചെയ്യരുതേ. ക്ലച്ച് ഫുള്ളായിട്ട് വിട്ട് കഴിഞ്ഞാൽ വണ്ടി ഫ്രണ്ട് പൊന്തിയിട്ട് മലനടിച്ച് വീഴും. ഈ ഒരു സംഭവം ട്രാക്ഷൻ കൺട്രോളുള്ള വണ്ടിക്ക് ഉണ്ടാവില്ല. എന്താ വെച്ചാൽ ഈ ഒരു സെക്കൻഡ് സൗണ്ട് മീൻസ് ഈ ബാക്കത്തെ വീല് രണ്ടാമത്തെ സ്പിന്ന് കറങ്ങുമ്പോഴത്തേക്ക് ഈ ഒരു സിസ്റ്റംസൊക്കെ സെൻസ് ചെയ്യും. ഫ്രണ്ടത്തെ വീല് സ്റ്റേബിളാണ്, അതിന് മൂവ്മെൻ്റ് ഒന്നുമില്ല, ബാക്കത്തെ വീല് ഇത്രയും സ്പീഡിൽ കറങ്ങുന്നുണ്ട്, അപ്പോൾ അവിടെ എഞ്ചിൻ കട്ട് ചെയ്യണമെന്ന് പറയും. അങ്ങനെയാണ് ഈ ഒരു എഞ്ചിൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സംഭവം. അപ്പോൾ നമുക്ക് വീലിയുടെ മനസ്സിലായി. ഇനിയിപ്പോൾ കോർണർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക, നിങ്ങൾ നല്ലൊരു ഹാർഡായിട്ടുള്ള വളവ്, നിങ്ങൾ അവിടെ നിന്ന് കോർണർ ചെയ്ത് ഓൾറെഡി നിങ്ങൾ ത്രോട്ടിൽ കുറച്ച് വെച്ചിട്ടാണ് നിങ്ങൾ ആ ഒരു കോർണർ ചെയ്യുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ അതിനിടയ്ക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് മുന്നോട്ട് നോക്കിയപ്പോൾ സ്ട്രൈറ്റ് റോഡ് കണ്ടു. അപ്പോൾ നിങ്ങൾ വിചാരിച്ച് കുറച്ചുകൂടി ആക്സിലേറ്റർ ചെയ്താൽ കുറച്ചുകൂടി സ്പീഡിൽ പുഷ് ചെയ്ത് പോകാൻ വിചാരിച്ച് ആക്സിലേറ്റർ കൊടുത്തു. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, വണ്ടി ചെരിഞ്ഞാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ പെട്ടെന്നായിട്ട് സഡനായിട്ട് ആക്സിലേറ്റ് ചെയ്യുമ്പോൾ CC കൂടിയ വണ്ടിയാണല്ലോ, നിഞ്ച 300 ആണല്ലോ നിങ്ങളുടെ കൈമുകളിൽ. അപ്പോൾ അത് ബാക്കത്തെ വീല് സ്പിൻ ചെയ്യും, സ്ലിപ്പാവും. അപ്പോൾ ആ ഒരു സംഭവം പ്രിവെൻറ്റ് ചെയ്യാനും കൂടി ഈ ഒരു ട്രാക്ഷൻ കൺട്രോൾ ഹെൽപ്പ് ചെയ്യും. നമ്മളെ ചെരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ കൂടി. അപ്പോൾ ഈ ടിൽറ്റ് എന്ന് പറഞ്ഞാൽ മീൻസ് ഈ ഒരു ലീനായിട്ടാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത് ഈ ഒരു സെൻസർ സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ ഒരു ECUവിന് ഒരു മെസ്സേജ് കൊടുക്കും. വണ്ടി ഇത്ര ഡിഗ്രി ചെരിഞ്ഞിട്ടാണ്, അപ്പോൾ ഇത്ര ട്രാക്ഷൻ വേണമെന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കും. പ്ലസ് ഈ ഒരു വീലിൻ്റെ സ്പിൻ എത്രയാണെന്നുള്ളത് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു സംഭവം കൊടുക്കും. ബാക്കത്തെ വീല് 2 സ്പിന്ന് ഇനി മുന്നത്തെ വീല് 10 km സ്പീഡിലാണ്, അല്ലെങ്കിൽ 30 km സ്പീഡിലാണ്, ബാക്കിലും 30 km സ്പീഡാവണം. അപ്പോൾ നേരെ ആ മെസ്സേജ് ECUവിൽ പോയി ECU അവിടെ കട്ട് ചെയ്യും പവർ. അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു കോർണർ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ഒരു റേസിങ്ങിലൊക്കെ കണ്ടിട്ടുണ്ടാവും, മീൻസ് മോട്ടോ GP മാരത്തെ അതിനൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതേമാതിരി ട്രാക്കിൽ ഓടുന്ന റേസിംഗ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു ആക്സിലേറ്റർ നമ്മൾ കോർണറിന് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഇവിടെ ഒരു യെല്ലോ ലൈറ്റ് ബ്ലിങ്ക് ചെയ്ത് കളിക്കുന്നത്, അതിൻ്റെ പേര് TC എന്നാണ്. ട്രാക്ഷൻ കൺട്രോളാണ്, TCS എന്ന് പറയും, ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം എന്ന് പറയും. അപ്പോൾ TC എന്ന് പറഞ്ഞിട്ട് ഒരു യെല്ലോ കളറിൽ ബ്ലിങ്ക് ചെയ്ത് കളിക്കുന്നതാണ്. അതെന്താ വെച്ചാൽ നമ്മൾ അവിടെ സഡനായിട്ട് ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ എഞ്ചിൻ്റെ അത് മനസ്സിലായി ഓട്ടോമാറ്റിക് കട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഈ പറഞ്ഞ ട്രാക്കിൽ ഓടുന്ന റൈഡർക്ക് കുറച്ചുകൂടി സ്റ്റേബിളായിട്ട് വണ്ടി ഓടിക്കാനൊക്കെ പറ്റും. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു സംഭവം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കതൊക്കെ ഒരു ഹാപ്പിനെസ്സാണ്. അപ്പോൾ ഓക്കെ, ബൈ.